നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഭഗവാന്റെ സന്ദേശത്തിലൂടെ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന മോശം സാഹചര്യങ്ങളിൽ എപ്പോഴാണ് ഒരു അവസാനമുണ്ടാകുന്നത്, നിങ്ങളുടെ സങ്കടങ്ങൾക്ക് എപ്പോഴാണ് ഒരു അവസാനമുണ്ടാകുന്നത്, നിങ്ങളുടെ നിലവിലെ ജീവിത സാഹചര്യങ്ങളിൽ ഭഗവാൻ അല്ലെങ്കിൽ പ്രപഞ്ചശക്തി എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് എന്താണ് എന്നറിയാനായിട്ട് ഈ ഒരു സന്ദേശം പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒന്നിലും പ്രതികരിക്കാനോ മുന്നോട്ട് പ്രവർത്തിക്കാനോ കഴിയാതെ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഇനി മുന്നോട്ട് എങ്ങനെ പോകണം, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ എങ്ങനെ മറികടക്കണമെന്ന് അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിങ്ങളിൽ പലർക്കും ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യമുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ ഒരു സന്ദേശമായിട്ട് കാണുന്നത്, ഈ ഒരു സാഹചര്യത്തെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രപഞ്ചശക്തിയുടെ ആ ഒരു സഹായം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. കാരണം നിങ്ങൾക്കൊരു സത്യമുണ്ട്. എല്ലാ കാര്യങ്ങളെയും നേരായ മാർഗത്തിൽ കൂടി സമീപിക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളെ ചതിച്ച് ആര് വിജയം നേടിയാലും, അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തി ആര് സന്തോഷം അനുഭവിച്ചാലും അതിനെല്ലാം ആയുസ് വളരെ കുറവാണ് എന്നുള്ളതാണ്. കാരണം വിജയം എപ്പോഴും സത്യത്തിൻ്റെ ഭാഗത്താണ്. കുറച്ച് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളുമൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നാലും അവസാനം വിജയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെയാണ് വന്നു ചേരുന്നത്. ഇവിടെ ദൈവിക സംരക്ഷണമുള്ള ആളുകളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. അതിനാൽ തന്നെ നിലവിൽ നിങ്ങൾ നേരിടുന്നത് എന്ത് പ്രശ്നമായാലും അതിൽ നിന്നും നിങ്ങൾ വിജയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. നിങ്ങൾ തോറ്റുപോയി എന്ന് ചിന്തിച്ച് തകർന്നിരിക്കാതെ നിങ്ങളിലേക്ക് പുതിയൊരു തുടക്കം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകാശം വന്നു ചേരുമെന്ന പ്രതീക്ഷ നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളിലേക്കും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും ഒരു മാറ്റം വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതേപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നിർത്തിവെക്കേണ്ടി വന്ന പല കാര്യങ്ങളും, അതേപോലെ തന്നെ പിന്നീട് ചെയ്യാമെന്ന് കരുതി മാറ്റിവെച്ചിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു തീർക്കാനായിട്ട് നിങ്ങൾ മുന്നിട്ടിറങ്ങുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. കൂടാതെ നിങ്ങളിൽ പല ആളുകളും നിങ്ങളുടെ മുമ്പുള്ള ജീവിതത്തിൽ പല നല്ല പ്രവൃത്തികളും ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. മുമ്പുള്ള ജീവിതത്തിൽ മാത്രമല്ല, ഇപ്പോഴും അത്തരം നല്ല കർമ്മങ്ങൾ തുടർന്നു പോവാൻ ശ്രമിക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും. അപ്പോൾ നിങ്ങളുടെ കർമ്മഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളിൽ പല ആളുകളും നിങ്ങളുടെ നല്ല സമയത്തിൻ്റെ ഒരു തുടക്കത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. കൂടാതെ നിങ്ങളുടെ മനസ്സിൽ വളരെയധികം സ്ഥാനം നൽകിയിട്ടുള്ള ചില വ്യക്തികളിൽ നിന്ന് അർഹതപ്പെട്ട ഒരു ബഹുമാനമോ പരിഗണനയോ ഒന്നും കിട്ടാത്ത ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ആ ഒരു അവസ്ഥയിലും മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ ബഹുമാനിക്കുന്ന, അംഗീകരിക്കുന്ന, നിങ്ങളുടെ വാക്കുകളെ കേൾക്കുന്ന പല അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്നേഹസമ്പന്നരായ, അഭിമാനികളായ, മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള ആളുകളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത്. ഏതൊരു സാഹചര്യത്തിലും മനസ്സ് കൈവിട്ട് പോവാതെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും. നല്ലത് കണ്ടാൽ നല്ലത് എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് ഒരു മടിയുമില്ല. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനും അവരെ സപ്പോർട്ട് ചെയ്യാനുമൊക്കെ നിങ്ങൾ വലിയ താല്പര്യം കാണിക്കാറുണ്ട്. അപ്പോൾ അത്തരം ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ നിങ്ങളുടെ നല്ല സമയത്തിൻ്റെ തുടക്കത്തിലാണ് നിൽക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ചുറ്റും നിലകൊള്ളുന്ന എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും, നെഗറ്റീവ് എനർജിയിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം ലഭിക്കുന്നതാണ്.
ക്ഷമ വളരെയധികം കൂടുതലുള്ള ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ ഏതൊരു കാര്യവും വളരെയധികം പരിശ്രമിച്ച് ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും. അതിനാൽ തന്നെ ക്ഷമ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നൽകും എന്നുള്ള ഒരു സന്ദേശം യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്കായിരിക്കാം നൽകുന്നത്. അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കാം നിങ്ങൾ പ്രാധാന്യം നൽകുന്നതും. അപ്പോൾ അത്തരം ആളുകളാണ് നിങ്ങളെങ്കിൽ ഇനി മുന്നോട്ട് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നതാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നതാണ്. മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കും പ്രാധാന്യം നൽകാൻ തുടങ്ങും എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ചിന്തകളിൽ കൂടി കടന്നു പോകുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പല കാര്യങ്ങളും അനാവശ്യമായിട്ട് കാട് കയറി ചിന്തിച്ച് നിങ്ങൾ സ്വയം നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന, നിങ്ങളുടെ മനസ്സ് മടുപ്പിക്കുന്ന, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തന്നെ പിന്നോട്ട് വലിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത്തരം ചിന്താഗതികളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ ഒരു സന്ദേശമായിട്ട് കാണുന്നത്, നിങ്ങളുടെ അത്തരം ചിന്താഗതികളെയെല്ലാം തന്നെ പൊട്ടിച്ചു മാറ്റി നിങ്ങൾ പുറത്തേക്ക് വരണം. കാരണം നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിനും വലിയൊരു പരിവർത്തനമാണ്, വലിയൊരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ തന്നെ സ്വയം ഒരു മാറ്റത്തിന് വിധേയമാവുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. കഴിഞ്ഞുപോയ പല കാര്യങ്ങളിൽ ഇപ്പോൾ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ച ഏതെങ്കിലും കാര്യത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും ചോദ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, നിങ്ങളിലേക്കൊരു വ്യക്തത എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, നിങ്ങളിലും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും മൊത്തത്തിലൊരു മാറ്റമാണ് എത്തിച്ചേരാൻ പോകുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് ശക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് മുന്നിൽ പല വഴികളും തുറക്കപ്പെടുമെന്നുള്ള ഒരു സന്ദേശമാണ് ഭഗവാൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇന്ന് നൽകുന്നത്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ മുറുകെ പിടിക്കുക. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭ പ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.